ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള ധാരാളം വിമർശനങ്ങളാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരള രാഷ്ട്രീയത്തെ പിടിച്ച് കുലുക്കുന്നത്. നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തം ഒന്ന്, അതിനു മുമ്പ് വന്ന ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ, ഇപ്പോൾ മൂന്നാമത്തെ ബോംബ് ഇട്ടിരിക്കുന്നത് മന്ത്രി സജി ചെറിയാനാണ്. അത് ആരോഗ്യ വകുപ്പിന്റെ നെഞ്ചു നോക്കി അദ്ദേഹം എറിഞ്ഞു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ നാക്കുപിഴവ് സംഭവിക്കുന്ന നേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇത് എങ്ങനെ നടന്നു? അതായത് അദ്ദേഹം പറയുന്നത് 2019 അദ്ദേഹത്തിന് ഡെങ്കിപ്പനി വന്നു. അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവസാനം മൃതപ്രായനായപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞു, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതാണ് നല്ലത്. അങ്ങനെ സ്വകാര്യ ആശുപത്രിയിൽ പോയതുകൊണ്ട് മാത്രം തൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഫിഷറീസ് മന്ത്രിയുമായ സജി ചെറിയാന്റെ ബോംബേർ. ഇത് നേരെ കൊള്ളുന്നത് ആരോഗ്യ വകുപ്പിന്റെ നെഞ്ചത്താണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് പാർട്ടിക്കും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനും മന്ത്രിസഭയ്ക്കും ഒക്കെ പൊള്ളലേൽപ്പിക്കുന്ന വലിയ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു, എന്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണം ഞാൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് കൊണ്ടാണ് എന്ന് അദ്ദേഹം വെച്ച് അടിച്ചു. അദ്ദേഹം പറഞ്ഞു, താൻ അന്ന് സർക്കാർ ആശുപത്രിയിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തനിക്ക് ഇന്ന് ഇങ്ങനെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല എന്നായിരുന്നു ടി പി രാമകൃഷ്ണന്റെ പ്രതിരോധം. ഈ രണ്ട് ആളുകളുടെ, ഒന്ന് ഇടതുമുന്നണി കൺവീനറാണ്, മുൻ എക്സൈസ് മന്ത്രിയാണ് ടി പി രാമകൃഷ്ണൻ, അദ്ദേഹം CPM-ന്റെ വലിയ നേതാവാണ്. സജി ചെറിയാനും അതുപോലെ തന്നെ വലിയ മുതിർന്ന നേതാവാണ്, രണ്ട് വകുപ്പുകളുടെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമാണ്. ഇത് കേട്ട ഉടനെ വീണ ജോർജിന് കാര്യം പിടികിട്ടി. വീണ ജോർജ് പറഞ്ഞു, സജി ചെറിയാൻ ഒരിക്കലും സർക്കാർ ആശുപത്രിയെ തള്ളി പറയുകയില്ല. അദ്ദേഹം പറഞ്ഞത്, സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളെ മുഴുവൻ വമ്പൻ കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇതുകൂടി പറഞ്ഞു പോയതാണ്. അല്ലാതെ സർക്കാർ ആശുപത്രിയെ താറടിക്കുക ആയിരുന്നില്ല സജി ചെറിയാന്റെ ലക്ഷ്യമെന്നാണ് വീണ ജോർജ് സജി ചെറിയാനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. സ്വന്തം വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. അതിന് സജി ചെറിയാന്റെ ബോംബേർ വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന് അറിയാം വീണ ജോർജിന്. എങ്കിലും വീണ ജോർജ് സജി ചെറിയാനെ സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, 3 തുടർച്ചയായ ആക്രമണങ്ങൾ തരണം ചെയ്താണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സഖാവ് MA ബേബിയും പറഞ്ഞു, നമ്മുടെ ആരോഗ്യ മേഖല മികച്ചതാണ്, എങ്കിലും ചില പോരായ്മകളുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അതിങ്ങനെ മികവുറ്റത് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹവും കുറ്റപ്പെടുത്തുന്നില്ല, എന്നാൽ കുറ്റപ്പെടുത്തൽ ആ വാക്കുകൾക്കകത്ത് ഉണ്ട് താനും. ഇനി ശരി എന്താണ് എന്ന് സാധാരണ ജനങ്ങളോട് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തന്നെ പല ആളുകളുടെയും അഭിമുഖങ്ങൾ തയ്യാറാക്കി നിങ്ങളെ കാണിച്ചിരുന്നു. ആശുപത്രികളുണ്ട്, നിരവധി ആളുകൾ, അതായത് മധ്യവർത്തികൾ മാത്രമല്ല, സമ്പന്നർ പോലും, VVIPകൾ പോലും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നുണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. എന്നാൽ ചില പോരായ്മകൾ പരിഹരിക്കുന്നതിന് ആരോഗ്യവകുപ്പ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെ ഉള്ള സമീപനമാണ് എടുക്കുന്നത് എന്ന കാര്യത്തിലും ഒരു മനുഷ്യനും തർക്കം പറയാൻ പറ്റുകയില്ല. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കെട്ടിടം, അതുപോലെ തന്നെ പലയിടങ്ങളിലും പുതിയ കെട്ടിടങ്ങൾ, പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പ്രവർത്തന സജ്ജമായിട്ടില്ല എന്ന വാർത്തകൾ നിങ്ങൾ ഏവരും എന്നെപ്പോലെ തന്നെ കണ്ടിരിക്കും. അതുമാത്രമല്ല, പുതിയ ഉപകരണങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ ഇടനാഴികളിൽ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ മൂടിയിട്ടിരിക്കുന്ന പലതും കണ്ടിട്ടുണ്ടാകും. അതൊക്കെ പുതിയ ഉപകരണങ്ങളാണ്. അത് പ്രവർത്തിപ്പിക്കാൻ തക്ക പ്രായോഗിക പരിജ്ഞാനം ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. അവർക്ക് ആവശ്യമായ പുതിയ ടെക്നോളജി പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഇതുവരെ പരിശീലന ക്ലാസ്സുകളോ ഒന്നും സംഘടിപ്പിച്ചിട്ടില്ല എന്നത് വേദനാജനകമായ അനുഭവമായി പല ജീവനക്കാരും ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തു. അത് മന്ത്രി പറയുന്നത് കള്ളമില്ല. സർക്കാരിന്റെ കണക്കുകൾ യാതൊരു കള്ളത്തരവുമില്ല. കോടിക്കണക്കിന് രൂപ സർക്കാർ ആശുപത്രികളിലേക്ക് ഈ ഇടത് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല, ഒരു നുണയുമല്ലാതെ. പക്ഷേ ആ തുക എങ്ങനെ പ്രായോഗികമായി ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന തരത്തിൽ ഉപയോഗിക്കാമെന്ന് എന്ന ഇടത്ത് സർക്കാരിന് പാളിച്ച പറ്റിയിട്ടുണ്ട്. അതായത് എല്ലാം നടപ്പിലാക്കി, എല്ലാം അനുവദിച്ചു, എല്ലാം വന്നു, പക്ഷേ അത് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു അന്വേഷണം, സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നതിലൊക്കെ വകുപ്പ് പരാജയപ്പെട്ടു പോയി.
അതൊക്കെയാണ് ഈ സജി ചെറിയാനൊക്കെ പറയുന്നത്. എല്ലാം ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ മാത്രമേ നല്ല ചികിത്സ ലഭിക്കുകയുള്ളൂ, അതുകൊണ്ടാണ് താൻ ജീവനോടെ ഇരിക്കുന്നതെന്ന ഈ മന്ത്രിയുടെ പരാമർശമൊക്കെ അത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പോഴേ ആ വിമർശനത്തിന്റെ കാതൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതൊന്നും പറയുന്നത് ആരോഗ്യവകുപ്പിനെ അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ താറടിച്ച് കാണിക്കാനോ പാർട്ടിയെ താറടിച്ച് കാണിക്കാനോ ഒന്നുമല്ല. വാസ്തവങ്ങൾ ഇതാണ്, വസ്തുത ഇതാണ്. ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചാൽ, പ്രത്യേകിച്ച് ആശുപത്രി വികസന സമിതികൾ, എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇത്തരം ഒരു സംവിധാനമുണ്ട്. അത് എന്താണ് ചെയ്യുന്നത്? പലയിടങ്ങളിലും ലോക്കൽ പ്രാദേശിക നേതാക്കളാണ് മന്ത്രിയുടെ പ്രതിനിധിമാരായിട്ടൊക്കെ ഉള്ളത്. തിരുവനന്തപുരത്ത് രണ്ട് മൂന്ന് ആശുപത്രികളുടെ നേരിട്ടുള്ള പ്രവർത്തനം എനിക്കും അറിയാവുന്നതാണ്. അവിടെ കാര്യക്ഷമമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം അവിടെ HDCയിലൊക്കെ ഉള്ള ആളുകൾ അതുപോലെ ഡെഡിക്കേറ്റഡായി ആശുപത്രിക്ക് വേണ്ടി പണിയെടുക്കുന്നത് കൊണ്ടാണ് അവിടെ ഇക്കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നത്. മറ്റ് ഇടങ്ങളിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ തീർത്തും പരിതാപകരമാണ്. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സർക്കാർ സംവിധാനങ്ങളിൽ വീഴ്ചകൾ ഏറെയാണ്. ആ വീഴ്ചകൾ പരിഹരിക്കാൻ ഈ കൊണ്ടോട്ടം നടത്തിയിട്ട്, അതായത് ഓടിപ്പിടിച്ച് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഇലക്ഷന് മുമ്പ് 2026 ഇലക്ഷന് മുമ്പ് ആരോഗ്യ വകുപ്പിനേറ്റ ക്ഷതങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെ സർക്കാർ തലത്തിൽ ഉണ്ടായാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന സത്യവും നമ്മൾ തിരിച്ചറിയണം.